ഹായ് ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. സോ ഇന്നത്തെ ഈ ഒരൊറ്റ വീഡിയോ മാത്രം കണ്ടാൽ മതി നിങ്ങൾക്ക് അയൺ അഥവാ ഇരുമ്പിന്റെ വ്യാവസായിക നിർമ്മാണം എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വരുന്ന A to Z ക്വസ്റ്റ്യൻ സാർ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ കൂടെ നിന്നോട്ടോ. അയൺ അഥവാ ഇരുമ്പിന്റെ വ്യാവസായിക നിർമ്മാണത്തിന് ആ ഒരു സിസ്റ്റത്തിന് ഒരു പേരില്ലേ, ഒരു പ്രത്യേക പേരില്ലേ? ആ പേര് ഏതായിരുന്നോടാ? ബ്ലാസ്റ്റ് ഫർണസ് അല്ലെ? ബ്ലാസ്റ്റ് ഫർണൈസ് എന്നാണ് എന്ത് ചെയ്യാ അറിയപ്പെടാം. മലയാളത്തിൽ എന്ത് ചെയ്യാ പറയാറ് തന്നെയാണ് ബ്ലാസ്റ്റ് ഫർണസ് അല്ലടാ, ബ്ലാസ്റ്റ് ഫർണസ് എന്നറിയപ്പെടും. ഈ സിസ്റ്റത്തിന് പറഞ്ഞ പേരെന്താടാ? ബ്ലാസ്റ്റ് ഫർണസ്. അടുത്തത് അവിടെ ഉപയോഗിക്കുന്ന റിയാക്ടന്റ് അഥവാ അഭികാരങ്ങൾ ഏതൊക്കെയാന്ന് നോക്കണം. നോക്കിയാലോ, ആദ്യം നമ്മൾ ഉപയോഗിക്കൽ ആരേടാ? കരി അല്ലേ? കരി അഥവാ കോക്ക് എന്നും പറയും. ഇംഗ്ലീഷിൽ കോക്ക്, മലയാളത്തിൽ കരി എന്നറിയപ്പെടും. സിംപ്ലി അതിനെന്താ? കാർബൺ ആണെന്ത് കരി എന്ന് പറയുന്നത്. രണ്ടാമത് ആരടാ? ഹേമറ്റൈറ്റ് അല്ലടാ, ഹേമറ്റൈറ്റ്. ഹേമറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇരുമ്പിന്റെ അയിരാണ് ഹേമറ്റൈറ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാല് Fe2CO3 വെച്ചിട്ടാ. പിന്നെന്താടാ ഉള്ളത്? ലൈമാണുള്ളത് അല്ലെ? ചുണ്ണാമ്പ് വെള്ളം. ചുണ്ണാമ്പ് വെള്ളമാണ് എന്തുള്ളത്? ചുണ്ണാമ്പ് വെള്ളമാണ് അടുത്തതായിട്ടുള്ളത്. എന്താണ് ചുണ്ണാമ്പ് വെള്ളം എന്ന് പറഞ്ഞാ? കാൽഷ്യം കാക്കോ3 അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയല്ലടാ. ഈ മൂന്ന് സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ റിയാക്ഷൻസ് നടത്താറ്. അപ്പൊ കൂടെ നിന്നോട്ടോ, റിയാക്ഷൻസ് പഠിപ്പിക്കാൻ പോവാ. ആദ്യം ഈ കരിനങ്ങ് എടുക്കുക, കാർബൺ അല്ലെ? അതിലേക്ക് സാർ എന്ത് ചെയ്യാണ്? ഒരു ഓക്സിജൻ ആഡ് ചെയ്യുമ്പോൾ സാർ എന്ത് കിട്ടൂടാ? കാർബൺ ഡയോക്സൈഡ് കിട്ടും. ഇതാണ് ഒന്നാമത് പഠിക്കേണ്ട സ്റ്റെപ്പ് ഇട്ടാ. അടുത്തത് ഈ കാർബൺ ഡയോക്സൈഡിന് എടുത്ത് അതിലേക്ക് ഒരു കാർബണും കൂടി അങ്ങോട്ട് എന്ത് ചെയ്യാ? ആഡ് ചെയ്യാ. അപ്പൊ എന്തായിട്ട് മാറും? അത് 2 കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറി. ഈ കാർബൺ മോണോക്സൈഡിനെ വിളിക്കുന്ന പേരാണ് നിരോക്സിഗാരി. എന്താ വിളിക്കടാ? നിരോക്സിഗാരി അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയും. എന്താ പറയാ? റെഡ്യൂസിങ് ഏജന്റ്. ഇയാൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇയാള് നോക്കിട്ടാ, ഇയാളില്ലേ ദാ ഈ വട്ടത്തിലിട്ട ആളില്ലേ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാ. 1 മാർക്കിന് ചോദിക്കും ഇങ്ങോട്ട്, നിരോക്സിഗാരി ആരാണ് ഇരുമ്പിന്റെ വ്യാവസായിക നിർമ്മാണത്തിൽ? ഹൂ ഈസ് ദ reducing agent in the preparation of iron? ആരാടാ? കാർബൺ മോണോക്സൈഡ് ആണ് എന്ത്? നിരോക്സിഗാരി എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാ? അടുത്തൊരു ഭാഗം, അടുത്ത ഇക്വേഷനിലേക്ക് ഇത് രണ്ടും എന്ത് ചെയ്യാ? ആദ്യം എന്റെ മക്കൾ എന്ത് ചെയ്യാ? പഠിച്ചു വെക്കട്ടോ. ഇത് രണ്ടും പഠിച്ചല്ലോ. ഇനി അടുത്തത് ആരാളതാടാ? അടുത്ത ആരാളത്? കാൽഷ്യം കാർബണേറ്റ് ഉണ്ടല്ലടാ. ഈ കാൽഷ്യം കാർബണേറ്റ് ഞാനൊന്ന് ഹീറ്റ് ചെയ്യാണ്. എന്താ ചെയ്യണത്? ഒന്ന് ഹീറ്റ് ചെയ്യാം. അപ്പൊ എന്തായിട്ട് മാറടാ? കാൽഷ്യം ഓക്സൈഡ്. ഒന്നെന്താ? കാൽഷ്യം ഓക്സൈഡ് ആയിട്ട് മാറും. പ്ലസ് എന്തുണ്ടടാ? ഒരു കാർബൺ ഡയോക്സൈഡും കിട്ടും. അവിടെ തീരുവോ ക്വസ്റ്റ്യൻ? അവിടെ തീരുവോ? ഇല്ലല്ലേ. ഈ കാൽഷ്യം ഓക്സൈഡ് ഉണ്ടല്ലോടാ, ഈ കാൽഷ്യം ഓക്സൈഡ് ഉണ്ടല്ലോ, ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താടാ? ഫ്ലെക്സ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ഫ്ലെക്സ് എന്നാ വിളിക്കുക. ഇത് ഇരുമ്പിലുള്ള അപദ്രവ്യം അഥവാ ഗാങ് ഉണ്ടല്ലോ, ഇംപ്യൂരിറ്റി ഉണ്ടല്ലോ, അയാളെ പേര് ഏതാടാ? SiO2 ആണ്. ഏതാടാ? SiO2. ഇതെന്താടാ? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താടാ? ഗാങ് എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ഗാങ് എന്നാ വിളിക്കുക. അഥവാ ഇംപ്യൂരിറ്റി ആണ്. ഇംപ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താടാ? അപദ്രവ്യം അല്ലടാ. ഈ കാൽഷ്യം ഓക്സൈഡ് SiO2 കൂടിച്ചേർന്ന് എന്തായിട്ട് മാറടാ? CaSiO. ഇവിടെ എത്ര ഉണ്ടാ? O3 ആയിട്ട് മാറോടാ. അഥവാ കാൽഷ്യം സിലിക്കേറ്റ് ആയിട്ട് എന്ത് ചെയ്യും? മാറും. എന്തായിട്ട് മാറോടാ? കാൽഷ്യം സിലിക്കേറ്റ്. ഇതിനെ വിളിക്കുന്ന പേരാടാ സ്ലാഗ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? സ്ലാഗ്. ദാ ഞാൻ വട്ടത്തിട്ടരാ, ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാ. ഫ്ലെക്സ് ആരാ ചോദിക്കും, ഗാങ് ആരാ ചോദിക്കും, സ്ലാഗ് ആരാന്ന് ചോദിക്കും. 3 ഇമ്പോർട്ടന്റാ. പിന്നെ അടുത്തത് ഇവിടെ നിന്ന് ചോദിക്കണതാ ഫ്ലെക്സ്. ഞാൻ മഞ്ഞയിൽ എഴുതാം, അതാകുമ്പോ ഒന്നുകൂടി കാണുള്ളൂ. ഫ്ലെക്സ് പ്ലസ് ഗാങ് ഈക്വൽ ടു ഡാഷ്. ഈക്വൽ ടു എന്താടാ? അവിടെ എന്താ നമ്മൾ വിളിക്കുക? സ്ലാഗ്. ഈ സ്ലാഗ് എന്ന് പറഞ്ഞ വസ്തു ഏതാന്ന് ചോദിക്കും. അപ്പൊ ഏതാടാ? കാൽഷ്യം സിലിക്കേറ്റ് അഥവാ CaSiO3. ഇമ്പോർട്ടന്റാ, എഴുതിയതൊക്കെ ഇമ്പോർട്ടന്റാ. ഇനി ലാസ്റ്റ് അതിലുള്ള അപദ്രവ്യമൊക്കെ പോയി.
പിന്നെ നമ്മളെ കയ്യിൽ ആരാളടാ Fe2O3 ആ ബാക്കിയുള്ളതല്ലടാ. Fe2O3 മാത്രല്ലേ ബാക്കിയുള്ളൂ. ഈ Fe2O3 നേരത്തെ ഞാനൊരു സാധനത്തെ എടുത്തു വെച്ചിട്ടില്ല ഇവിടെ. ആരടാ റിഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആരുള്ളത് കാൽഷ്യം കാർബൺ മോണോക്സൈഡിന് എടുത്തു വെച്ചിട്ടുണ്ട് സാർ അല്ലേ. കാർബൺ മോണോക്സൈഡിന് എടുത്തു വെച്ചിട്ടുണ്ട്. സോ എന്ത് ചെയ്യാ സാർ ഇവിടെ എന്ത് ചെയ്യാ ആ കാർബൺ മോണോക്സൈഡ് അങ്ങോട്ട് എടുത്തു. ഈ കാർബൺ മോണോക്സൈഡ് അങ്ങോട്ട് എടുക്കുമ്പോ 2Fe മെയിൻ പ്രൊഡക്റ്റ് അതാ 2Fe അയേൺ ആയിട്ട് മാറി. പിന്നെ ആര് ബാക്കിയുണ്ട് നോക്കടാ, എത്രണ്ണം ബാക്കിയുണ്ട് നോക്ക്. പ്ലസ് എന്തുണ്ടാവൂടാ 3 CO2 എന്ത് ചെയ്യും അവിടെ പ്രിപ്പയർ ആവും. ഇതോടുകൂടി ഈ കിട്ടിയ അയേൺ ഉണ്ടല്ലോ, ഈ കിട്ടിയ അയേൺ ഒരു പേര് പറയും. അതായത് 4% ഇംപ്യൂരിറ്റി ഇതിലുണ്ട്. എന്താ ഉള്ളത് 4% ഇംപ്യൂരിറ്റി അഥവാ അപദ്രവ്യം എന്തുണ്ട് ഇതിലുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാടാ പിഗ് അയോൺ എന്ന് വിളിക്കും. എന്താ വിളിക്കുക പിഗ് അയോൺ. അപ്പൊ ഇങ്ങോട്ട് നാളെ പരീക്ഷയ്ക്ക് 1 മാർക്കിന് ചോദിക്കാം എന്താണ് പിഗ് അയോൺ എന്ന് പറയും. പിഗ് അയോൺ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദ അയേൺ ഗെറ്റ് ആഫ്റ്റർ ദ purification or industrial preparation of iron through blast furnace and it contain 4% of impurity. അഥവാ ബ്ലാസ്റ്റ് ഫർണസ് എന്ന വ്യാവസായിക നിർമ്മാണത്തിലൂടെ നമുക്ക് ലഭിച്ച ഇരുമ്പിലടങ്ങിയ അപദ്രവ്യമാണ് എന്ത് പിഗ് അയോൺ എന്ന് പറയുന്നത്. സോ ഇവിടുന്ന് എന്തൊക്കെ വരാടാ ഒന്നും കൂടി പറയാ. ആദ്യം പഠിക്കേണ്ടത് ഈ പേര് 1 മാർക്ക് ഇവിടുന്ന് തന്നെ കിട്ടി അല്ലേ. അടുത്ത നോക്ക്, ഇത് ചോദിക്കാം അപ്പൊ 1 മാർക്ക്, അപ്പൊ 2 മാർക്കായി. ഇത് ചോദിക്കാം 3ആയി, അപ്പൊ അല്ലേ 1 മാർക്ക് ഇവിടെ ചോദിക്കാം 3ആയി. ഇത് ഒക്കെ ചോദിക്കാ 1 മാർക്ക്, ഇത് 4 5. പിന്നെ ഇത് ചോദിക്കാം 6 മാർക്ക്. പിന്നെ ഇക്വേഷൻ പൂർണ്ണമാക്കാൻ 2 മാർക്കിനൊക്കെ ചോദിക്കുക 8 മാർക്ക്. അപ്പൊ 8 മാർക്കോളം ഈ ഒരു ഭാഗത്തു നിന്ന് മാത്രം എന്ത് ചെയ്യുക നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. സോ അടിപൊളിയായിട്ട് മക്കളെ പഠിക്കണം. ഈ ഒരു ഭാഗം സിമ്പിൾ ടോപ്പിക് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.